കുട്ടിക്കാലത്തുണ്ടായ ഒരു ട്രോമ അല്ലെങ്കിൽ ഒന്നിലധികം നമ്മുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ തിരിച്ചറിയാം? ചില ലക്ഷണങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മളെ ഒരു വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മൾ കോൺസ്റ്റന്റ് റീഅഷുറൻസ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരെത്രമാത്രം എഫേർട്ട് ഇട്ടാലും നമുക്ക് കോൺസ്റ്റന്റ് റീഅഷുറൻസ് എന്ന് പറയുന്നത് മുഖ്യമാണ്. നമ്പർ 3 എന്ന് പറയുന്നത്, നമുക്കൊരു വ്യക്തിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നുമ്പോൾ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തി അകലാനും ശ്രമിക്കും. നമ്പർ 4, എന്തെങ്കിലും ആർഗ്യുമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും, അല്ലെങ്കിൽ തീരെ അങ്ങ് ഇല്ലാണ്ടായി പോയതുപോലെ തോന്നും. നമ്പർ 5, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ വർത്തിനെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യും. എനിക്കിത് കിട്ടാനുള്ള ഒരു യോഗ്യതയുണ്ടോ, ഞാനിതിന് ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ റിപ്പീറ്റഡ്ലി ഇൻവോൾവ് ആകുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബ്രേക്കപ്പിനുള്ള സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുള്ള ബന്ധങ്ങളായിരിക്കും. അതായത് റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ റെഡ് സൈൻസ് ഒക്കെ റിലേഷൻഷിപ്പിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനോട് കൂടുതലായിട്ട് അട്രാക്ഷൻ കാണിക്കത്തുള്ളൂ. നമുക്കറിയാം ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന്. പക്ഷെ എന്നിട്ടും അത്തരം ബന്ധങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്കാലത്തെ ട്രോമ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പാരന്റിങ് പാറ്റേൺ ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്ഫർ ടു ഇൻസ്പയർ. ഇതൊക്കെ കണ്ടറിഞ്ഞ് തിരുത്തിക്കോളൂ കേട്ടോ.